ഹലോ, ഡോക്ടർ സൗമ്യ സെന്നാണ്. 2026 ഫെബ്രുവരി 28 മുതൽ 14 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ആശുപത്രികളിലൂടെ CA സെർവിക്സ്, അതായത് ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവൈക്കൽ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് പ്രതിരോധിക്കാൻ സാധിക്കുന്ന HPV വാക്സിൻ ഫ്രീ ആയി പെൺകുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ച കാര്യം, ആ ഒരു യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന കാര്യം ഞാൻ നമ്മുടെ പേജിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ല റെസ്പോൺസാണ് കിട്ടിയത്. കുറേ പേര്, ആയിരക്കണക്കിന് പേര് ആ വീഡിയോ ഷെയർ ചെയ്തു, കണ്ടു. അപ്പോൾ കുറേ പേര് അതിന്റെ താഴെ വന്ന് വളരെ ജെന്യുവൻ ആയിട്ടുള്ള കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വാക്സിനെ പറ്റിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോക്ക്, നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പോയി, അപ്പോൾ അതിൽ നിന്ന് നിങ്ങളുടെ സംശയങ്ങൾ, റെലവെന്റ് ആയിട്ടുള്ള സംശയങ്ങൾ എടുത്ത് അതിനുള്ള ഉത്തരങ്ങളാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോക്കിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോക്കിന്റെ ഒരു ഫോളോ അപ്പ് ടോക്കാണെന്ന് കരുതിയാൽ മതി. ആ ഒരു 3 മിനിറ്റിൽ ഞാൻ ആ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ സംശയങ്ങളുടെ കംപ്ലീറ്റ് ഉത്തരങ്ങൾ ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കംപ്ലീറ്റ് വിശദ വിവരങ്ങളാണ് ഇന്ന് ഞാൻ തരുന്നത്. ആദ്യമേ പറയട്ടെ, വാക്സിനെ പറ്റി ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ താഴെ വന്ന് വാക്സിനുകളെ പറ്റിയിട്ടും കോവിഡ് വാക്സിനെ പറ്റിയിട്ടും തെറി വിളിക്കുന്ന ഒരു കുറച്ച് പ്രത്യേകതരം ജീവികൾ അല്ലെങ്കിൽ പ്രത്യേകതരം ഗ്രൂപ്പുകാരുണ്ട് എന്ന് എനിക്കറിയാം. ആ ഗ്രൂപ്പുകാരോട് എനിക്കൊന്നും പറയാനില്ല, ഇത്രയേ പറയാനുള്ളൂ. ഇവിടെ വന്ന് തെറി വിളിക്കാൻ ജീവൻ ഇപ്പോഴും ബാക്കിയുള്ളത് കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തത് കൊണ്ടാണ് എന്നുള്ള ആ നഗ്ന സത്യം നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ തെറിവിളി തുടരുക. എനിക്കതിന് പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. നിങ്ങളെയൊക്കെ അങ്ങ് അവഗണിച്ച് മാറ്റി നിർത്താനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരടുത്തും പറയാനുള്ളത്, നമ്മൾ കുറച്ചെങ്കിലും സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രീയപരമായിട്ട് തലയുടെ ഉള്ളിൽ ചകിരിച്ചോറല്ല നമ്മുടെ ആരുടെയും, അല്ലെ, തലച്ചോറാണ്. അപ്പൊ ആ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിങ്ങൾ സയന്റിഫിക് വേൾഡ്, അതായത് ശാസ്ത്രലോകം എന്താണ് പറയുന്നത് എന്ന് കേൾക്കുക കേട്ടോ. അല്ലാതെ ഇങ്ങനെയുള്ള ഈ പാഷാണത്തിൽ കൃമികളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്ത് തന്നെ നല്ലത് നമ്മൾ പറഞ്ഞാലും അതിൽ ഒരു കുനിഷ്ട് കണ്ടുപിടിക്കുന്ന പ്രത്യേക ഒരു ബുദ്ധിയുള്ള ജീവികളാണ്. അപ്പൊ ആ ജീവികളെ നമുക്കങ്ങ് മാറ്റി നിർത്താം. അപ്പൊ ഈ ഒരു ടോക്കിന്റെ താഴെയും ആ ജീവികൾ വന്ന് ഇതേ വൃത്തിയോട് പറയുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പരിപാടി തുടരുക, ഞാൻ എന്റെ പരിപാടി തുടരട്ടെ കേട്ടോ. അപ്പോ ആദ്യമേ പറയാം, അപ്പൊ നമ്മുടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം, ഇതിപ്പോ എന്താ പുതിയൊരു വാക്സിൻ എന്നാണ്. ഓക്കെ, ഈ വാക്സിൻ സുരക്ഷിതമാണോ? അതാണല്ലോ നമ്മുടെ ആദ്യത്തെ ടെൻഷൻ, അല്ലെ? വാക്സിൻ സുരക്ഷിതമാണോ? ഇതെന്താണ് പുതിയൊരു വാക്സിൻ? അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇത് പുതിയ വാക്സിൻ അല്ല. 2006 വിപണികളിൽ അവൈലബിൾ ആയി തുടങ്ങിയ എല്ലാ നിരീക്ഷണങ്ങൾ, വർഷങ്ങൾ എടുത്തിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ കഴിഞ്ഞ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് 2006 പ്രസിദ്ധപ്പെടുത്തിയ 2006 മുതൽ വിപണികളിൽ ലഭ്യമായിട്ടുള്ള ഒരു വാക്സിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. എന്നാൽ ഇത് ഗവൺമെന്റ് സെറ്റപ്പുകളിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരുന്നില്ല. 2006 മുതൽ 2026 ഈ 20 വർഷക്കാലത്തിനുള്ളിൽ 50 കോടിയിലധികം ജനങ്ങൾ ഈ വാക്സിൻ എടുത്തിട്ടുണ്ട്. അതിന്റെ ഗുണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. 50 കോടിയിലധികം ഡോസുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പ്രൈവറ്റ് ആശുപത്രികളിൽ പൈസ കൊടുത്താൽ എടുക്കാവുന്ന ഒരു ഓപ്ഷണൽ വാക്സിൻ ആയിരുന്നു. ഇതിൽ 1-2 പേര് താഴെ, 1-2 പേരല്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, സ്വന്തം മകൾക്ക് എടുത്തിട്ട് വേണം ബാക്കിയുള്ളവരെ ഉപദേശിക്കാമെന്ന്. നോക്കൂ, ഞാൻ ശീലിക്കുന്നതേ പാലിക്കാറുള്ളൂ, അല്ലെങ്കിൽ ശീലിക്കുന്നതേ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ. ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങളെ ഞാൻ ഉപദേശിക്കാറില്ല. ഇത് ഞാൻ എൻ്റെ മകൾക്ക്, അവൾക്ക് 9 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ അവൈറ്റിസ് ഹോസ്പിറ്റൽ, ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന അവൈറ്റിസ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത ഒരാളാണ്. അന്ന് ഞാൻ കാശ് കൊടുത്തിട്ടാണ് 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പൈസ കൊടുത്തിട്ട്. അന്ന് ഒരു ഡോസ് വാക്സിൻ തന്നെ 4000 ചില്ലാനും രൂപ വിലയുണ്ടായിരുന്നു. കാരണം അത് അന്ന് ഗവൺമെന്റിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പൊ എന്താ പുതുമാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാക്സിൻ ഒരു ഡോസിന് 4000-നും 5000-നും രൂപ വിലയുണ്ടായിരുന്ന ഈ വാക്സിൻ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ പുതുമ. അല്ലാതെ ഈ വാക്സിൻ പുതുതായിട്ട് കണ്ടുപിടിച്ച വാക്സിൻ അല്ല. 2020 വർഷക്കാലമായി 50 കോടിയിലധികം ജനങ്ങൾ ഉപയോഗിച്ച വാക്സിനാണ്. ഇതുവരെ അങ്ങനെയുള്ള ഒരു സൈഡ് ഇഫക്റ്റുകളും കാര്യങ്ങളും ഇതിനുള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ? അങ്ങനെ പ്രധാനപ്പെട്ട സീരിയസ് ആയിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റും, നിങ്ങൾ എടുത്ത സ്ഥലത്ത് ചെറിയ തടിപ്പ്, വേദന, ഇതൊക്കെ ഒരു സൈഡ് ഇഫക്റ്റ് ആണോ? സെർവൈക്കൽ ക്യാൻസർ, ഒരു ക്യാൻസറിനെതിരെയാണ് ഇത് നമുക്ക് സംരക്ഷണം തരുന്നത്. ക്യാൻസർ ആണോ അതോ എടുത്ത സ്ഥലത്തിൽ ഒരു കുഞ്ഞു വേദന, 2 ദിവസമുള്ള വേദനയും തടുപ്പുമാണോ നമ്മുടെ പ്രശ്നം? ക്യാൻസർ തന്നെയാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഏതിനാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത വാക്സിനാണ്. വളരെ വളരെ സില്ലി ആയിട്ടുള്ള ഈ പറയുന്ന പോലെ തടുപ്പ്, വേദന, 1-2 ദിവസം കല്ലപ്പ്, ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് പറയുന്നത്. അല്ലാതെ നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. പലരും എഴുതിയിരിക്കുന്നത് കണ്ടു, എന്താ പറയുക, സ്ത്രീകളാണ് എഴുതിയിരിക്കുന്നത്, പെൺകുട്ടികളുടെ ഗർഭധാരണം തടയാനുള്ള വാക്സിൻ അത്ര. എന്താ പറയുക, ഈ തലയിലൊക്കെ എന്താണ്? ഭയങ്കരമാണ് കേട്ടോ, ഭയങ്കരം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പുതിയ വാക്സിൻ അല്ല, 2006 മുതൽ ഉപയോഗിക്കുന്നു, പൂർണ്ണമായും സുരക്ഷിതമായിട്ടുള്ള വാക്സിനാണ്.
പിന്നെ അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഇത് പെൺകുട്ടികൾക്ക് മാത്രമാണോ കൊടുക്കാൻ പറ്റുന്നത്, അതും 15 വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കാമോ 14 വയസ്സിന് മുമ്പ് കൊടുക്കാമോ? നോക്കൂ, ഇപ്പോഴത്തെ ഗവൺമെന്റിന് എല്ലാ പെൺകുട്ടികളും എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഗവൺമെന്റിന്റെ ഒരു പദ്ധതി എന്ന് പറയുമ്പോൾ അവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് അവരുടെ കയ്യിലുണ്ടാവും, ഫ്രീ ആയിട്ടല്ലേ തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക 14 വയസ്സ് കഴിഞ്ഞ 15 വയസ്സിനുള്ളിൽ ആ ഒരു വർഷത്തിലുള്ള പെൺകുട്ടികൾക്കാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഈ 14നും 15നും ഇടയിൽ മാത്രമുള്ള പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ എടുക്കാൻ പറ്റൂന്നല്ല. നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് ആശുപത്രി പോവാണ് വെക്കുക, 9 വയസ്സ് മുതൽ, ഇപ്പൊ ഞാൻ എന്റെ പാപ്പുവിനെ എടുത്തു എന്ന് പറഞ്ഞില്ലേ, പ്രൈവറ്റ് ആശുപത്രിയിൽ 9 വയസ്സ് മുതൽ ആക്ച്വലി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ വാക്സിൻ എടുക്കാം. പക്ഷെ ഗവൺമെന്റിൽ ഇപ്പൊ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് 14നും 15നും ഇടയിലുള്ള പെൺകുട്ടികളെയാണ്. അപ്പോൾ ഗവൺമെന്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 14നും 15നും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മാത്രമേ കിട്ടൂ. എന്നാൽ പ്രൈവറ്റിൽ 9 മുതൽ 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും 9 മുതൽ 26 വയസ്സ് വരെയുള്ള പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും നമുക്കിത് എടുക്കാം. 9 to 45 ഇയേഴ്സ് ഫീമെയിൽസ്, 9 to 26 ഇയേഴ്സ് മെയിൽസ്. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ വരും, അപ്പൊ എന്തിനാണ് ഇത് സെർവൈക്കൽ ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ അല്ലേ, പിന്നെ എന്തിനാണ് ആൺകുട്ടികൾക്ക് ഇത് എടുക്കുന്നത്? ഓക്കെ, ആൺകുട്ടികൾക്ക് സെർവിക്സ് ഇല്ലല്ലോ അല്ലെ, ഗർഭാശയ കളവ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് അവർക്ക്? നോക്കൂ, ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഈ അണു സെർവൈക്കൽ ക്യാൻസർ മാത്രമല്ല ഉണ്ടാക്കുന്നത്. ഇത് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഏനൽ ക്യാൻസർ, അതായത് മലദ്വാരത്തിലുള്ള ക്യാൻസർ, ഓറൽ ക്യാൻസർ, വായിലുള്ള ക്യാൻസർ, ഓറോഫാരിഞ്ചൽ ക്യാൻസർ, തൊണ്ടയിലുള്ള ക്യാൻസർ, സ്ത്രീകളിൽ വൾവൽ ക്യാൻസർ, വജൈനൽ ക്യാൻസർ, ആണുങ്ങളിൽ പെനൈൽ ക്യാൻസർ, അതായത് പെനിസ് എന്ന് പറയുമല്ലോ, നമ്മുടെ ആണുങ്ങളുടെ പുറമേക്കുള്ള എക്സ്റ്റേണൽ ജെനിറ്റേലിയ ആയിട്ടുള്ള പീനിസിൽ പെനൈൽ ക്യാൻസർ, ഇതെല്ലാം ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കുന്നതാണ്. ഇതല്ലാതെ വാർട്ട് ഉണ്ടാക്കും, ജെനൈറ്റൽ വാർട്സ് ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ആണുങ്ങളിലും പെണ്ണുങ്ങളിലും വേറെ പല ക്യാൻസർ ഉണ്ടാക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കാശ് കൊടുക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. അഗൈൻ 9 to 45 ഇയേഴ്സ് പെൺകുട്ടികൾ, സ്ത്രീകൾ 9 to 26 ഇയേഴ്സ് പുരുഷന്മാർ, കേട്ടോ. ഇനി എപ്പോൾ കൊടുത്താൽ, അതായത് ഇപ്പം ഒരു 40 വയസ്സിൽ കൊടുക്കുന്നതും 14 വയസ്സിൽ കൊടുക്കുന്നതും ഒരേ ഇഫക്റ്റ് ആണോ? അല്ല. എപ്പോഴാണ് ഇതിന് മാക്സിമം ഇഫക്റ്റ് കിട്ടുക എന്നറിയോ? ബിഫോർ ദ ഫസ്റ്റ് സെക്ഷുവൽ കോണ്ടാക്ട്, അതായത് നമ്മുടെ ആദ്യത്തെ ഒരു സെക്ഷുവൽ ഇന്റർകോഴ്സ് ഉണ്ടാകുന്നതിന് മുമ്പേ എടുത്താലാണ് ഇതിന് മാക്സിമം ഇഫക്റ്റ്. നിങ്ങൾക്ക് ഒരു ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ പ്രായം കഴിയുന്തോറും നമുക്ക് സെക്ഷുവൽ എക്സ്പോഷേഴ്സ് കൂടും. അപ്പൊ ഇങ്ങനെയുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറാനുള്ള സാധ്യതകളും കൂടും. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സെക്ഷുവൽ എക്സ്പോഷർ കഴിഞ്ഞ് എത്രത്തോളം സെക്ഷുവൽ എക്സ്പോഷേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നോ അത്രത്തോളം ഈ വാക്സിൻ എടുത്താൽ ഫലം കുറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ചിലപ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നിങ്ങളുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ ബെസ്റ്റ് റിസൾട്ട് എപ്പോഴാണ്? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ബിഫോർ ദ ഫസ്റ്റ് സെക്ഷുവൽ എക്സ്പോഷർ, ആദ്യത്തെ ലൈംഗിക ബന്ധത്തിന് മുമ്പ് എടുക്കുന്നതാണ് ഏറ്റവും ഉചിതം, കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, ഇപ്പൊ എന്താണ് പെട്ടെന്ന് ഗവൺമെന്റ് ഇങ്ങനെ, ഇത് പെട്ടെന്ന് എടുത്തോന്നാൽ എത്രയോ കാലമായിട്ട് ഗവൺമെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സ്ത്രീകൾ, ലോകത്താകമാനമുള്ള സ്ത്രീകളുടെ മരണ കാരണം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. രണ്ടാമത്തെ സെക്കൻഡ് പ്രൈസ് ആണ് ആർക്ക്? സെർവൈക്കൽ ക്യാൻസറിന്. ഏറ്റവും കോമൺ കോസുകളിൽ 2ാം സ്ഥാനമാണ് സെർവൈക്കൽ ക്യാൻസറിന്. അതിൽ തന്നെ ലോകത്താകമാനമുള്ള സെർവൈക്കൽ ക്യാൻസർ ഉള്ള സ്ത്രീകളെ മുഴുവൻ എടുത്താൽ അതിൽ 25% ആളുകൾ എവിടെയാണെന്നറിയോ? നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ. മനസ്സിലായോ? നമ്മൾ ഇന്ത്യ ഡയബറ്റീസിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്ന പോലെ സെർവൈക്കൽ ക്യാൻസറിന്റെ ക്യാപിറ്റലും ഇന്ത്യയാണ്. ടോട്ടൽ സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ 25%. ചുരുക്കി പറഞ്ഞാൽ ഓരോ 8 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു സ്ത്രീ വീതം മരണപ്പെടുന്നു എന്നാണ് പറയുന്നത് സെർവൈക്കൽ ക്യാൻസർ. അപ്പോൾ ചില്ലറക്കാരനല്ല ഈ സെർവൈക്കൽ ക്യാൻസർ. അത്രയധികം സ്ത്രീകളുടെ മരണത്തിന് കാരണമാക്കുന്ന ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് സ്ത്രീകൾക്ക് ഇത് നിർബന്ധമായിട്ടും കൊടുക്കാനുള്ള ഒരു തീരുമാനം. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഇരുട്ടി വെളുത്തപ്പെടുത്ത തീരുമാനമല്ല, വളരെ കാലമായിട്ട് അവരുടെ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴാണ് അത് പ്രാവർത്തികമായത്, കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് വന്നതല്ല. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു. സ്ത്രീകളിൽ അത്രത്തോളം മരണം ഉണ്ടാക്കുന്ന ഒരാളാണ് HPV മൂലം ഉണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ. ഇനി അടുത്തത്, ഏത് വാക്സിനാണ് കൊടുക്കുന്നത്? ഗർഡാസിൽ എന്ന് പറയുന്ന വാക്സിനാണ് കൊടുക്കുന്നത്. അത് 4 സ്ട്രെയിന്. ഇതിൽ തന്നെ HPVയിൽ പല സ്ട്രെയിനുകളുണ്ട്. അതിൽ തന്നെ 6, 11, 16, 18 ഈ 4 സ്ട്രെയിനുകളാണ് 99% ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 4 സ്ട്രെയിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗർഡാസിൽ എന്ന് പറയുന്ന ക്വാഡ്രിവലന്റ് വാക്സിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങളായിട്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പുതിയ വാക്സിൻ അല്ല, കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള വാക്സിൻ ആണ്. ഇത് ഗവൺമെന്റിന്റെ പ്രൊപ്പഗാൻഡയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഇരിക്കാം, വേണ്ടവർക്ക് പോയി എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പെൺമക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് സെർവൈക്കൽ ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാം. എടുക്കാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസർ വല്ലതും വന്ന് മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തിലും ഏതിലും ഈ രാഷ്ട്രീയവും അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കണ്ടിരിക്കാതെ നമ്മുടെ ഗവൺമെന്റ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നല്ലതെന്ന് പറയാനുള്ള ഒരു മാനസിക വ്യാപ്തി, അല്ലെ, ആ ഒരു പക്വത അതൊക്കെ ഒന്ന് ആർജിക്കുക. അല്ലാതെ കണ്ടതിനും കേട്ടതിനും എന്തിനും കാടടച്ച് വെടിവെക്കുന്ന പോലെ കുറ്റം പറയല്ല വേണ്ടത്. നല്ല കാര്യങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വരുമ്പോൾ അതുമായിട്ട് സഹകരിക്കുക. സ്വന്തം വീട്ടിലെ സ്ത്രീകളെ പറ്റി ആലോചിക്കുക. സ്വന്തം വീട്ടിലെ സ്ത്രീകളെ ഇത്തരത്തിൽ ക്യാൻസറിന് വിട്ടുകൊടുക്കാതിരിക്കുക. ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഒരു ഡോസിന് 4000-5000 രൂപ വിലയുള്ള ഒരു വാക്സിൻ ഫ്രീ ആയിട്ട് തരുമ്പോൾ അത് പോയിട്ട് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ എത്ര ഡോസ് എടുക്കണം അത് ഞാൻ മറന്നുപോയി. എത്ര ഡോസ്? ഒരു ഡോസ്. ആക്ച്വലി പ്രൈവറ്റ് ആശുപത്രിയിൽ ഇത് ഒരു ഡോസ് അല്ല, 14 വയസ്സിന് താഴെ ഞാൻ ബാപ്പുവിന് 2 ഡോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 0-6 ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 6-ാം മാസം 2ാം ഡോസ് കൊടുക്കണം. 15 വയസ്സിന് ശേഷം ആണെങ്കിൽ 3 ഡോസ് എടുക്കണം. 0-6 ആദ്യത്തെ ഡോസ്, അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പിന്നെ 6 മാസം കഴിഞ്ഞ്, അങ്ങനെ 3 ഡോസ്. പക്ഷേ ഇപ്പൊ പഠനങ്ങൾ കാണിക്കുന്നത്, ഇപ്പൊ ഗവൺമെന്റിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും 3 ഡോസൊക്കെ കൊടുക്കുക പറഞ്ഞാൽ അത്രയും വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അപ്പൊ ധാരാളം പഠനങ്ങൾ നടത്തി. അപ്പൊ അതിൽ കണ്ടുപിടിക്കപ്പെട്ടത് ഒറ്റ ഡോസ് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ പ്രതിരോധം സ്ത്രീകളിൽ ഉണ്ടാവുന്നുണ്ട്, നല്ല രീതിയിൽ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഡോസ് കൊടുത്താൽ തന്നെ മതി എന്നുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും 2-3 ഡോസൊന്നും വേണ്ട, ഒരൊറ്റ സിംഗിൾ ഡോസ് മതി എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചത്. ഇതെല്ലാം പഠനങ്ങളുടെ ബേസിസിലാണ്, അല്ലാതെ ഒരാൾക്ക് ഒരു ദിവസം വെളിപാടുണ്ടാവുന്നതല്ല കേട്ടോ. വാക്സിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്ന തീരുമാനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുടെ തീരുമാനങ്ങളാണ്. അതായത് ആ സയന്റിഫിക് ലോകമാണ്, എത്രയോ ശാസ്ത്രജ്ഞരും വിദഗ്ധരൊക്കെ ഇരുന്ന് പഠനങ്ങളുടെ ബേസിസിലാണ് അവർ ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് 1-2 ആളുകളുടെ കുബുദ്ധിയോ അല്ലെങ്കിൽ ഗൂഢാലോചനയോ ഒന്നും അല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അത്രയേറെ ബുദ്ധിയും ബോധമുള്ളൂ എന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കണം. കാരണം നമ്മുടെ പെൺമക്കള് ഈ ഒരു രോഗം വന്ന് മരിക്കാതിരിക്കട്ടെ, അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും. ആ സംശയത്തിനുള്ള മറുപടികളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. സോ മാക്സിമം ഷെയർ ചെയ്തെത്തിക്കും കേട്ടോ. ബൈ.